കോഴിക്കോട് പെരുവയലിൽ യുവാവ് വെള്ളക്കെട്ടിൽ വീണു. കൊണാറമ്പ് സ്വദേശിയായിട്ടുള്ള സുഹൈൽ ഇന്നലെ രാത്രിയാണ് അദ്ദേഹം വെള്ളക്കെട്ടിൽ വീണത്. അതൊരു 10:30-11 മണി സമയത്താണ് ഓന് ഇവിടെ വന്നിട്ട് വെള്ളം നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടേക്ക് അങ്ങ് മാളി വീണ് പോയി. ഞങ്ങൾ കുറച്ച് പേര് വന്ന് തിരഞ്ഞൊക്കെ നോക്കി, പക്ഷേ കണ്ടില്ല. ഈ ഭാഗത്തേക്ക് ഒഴുകി വന്ന് നല്ല ഒഴുക്കുണ്ടായിരുന്നു പാലത്തിൻ്റെ അടിയിൽ. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് ആളെ കിട്ടുന്നത്. അപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് മിംസിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായുണ്ട്. അഞ്ജന, വെള്ളക്കെട്ടിൽ വീണ യുവാവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ മിംസിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. എങ്ങനെയാണിപ്പം ആരോഗ്യാവസ്ഥ? പക്ഷേ ഇന്നലെ രാത്രി ഒരു 11 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പെരുവയിൽ കൊണാറമ്പ് സ്വദേശിയാണ് സുഹൈൽ. ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമീപത്ത് ഒരു വയലുണ്ട് സുഹൈലിൻ്റെ വീടിനോട് ചേർന്ന്. അവിടേക്ക് വെള്ളം കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി സുഹൃത്തുക്കളോടൊപ്പം എത്തിയതായിരുന്നു ആ സമയത്ത് സുഹൈലും കൂട്ടുകാരും. അതിനിടയിൽ സുഹൈലിൻ്റെ കാല് വഴുതി ഈ വയലിലേക്ക് വീഴുകയായിരുന്നു. അവിടെ വലിയ വെള്ളക്കെട്ട് ആ സമയത്ത് രൂപപ്പെട്ടിരുന്നു. ഈ സമീപത്തുള്ള മാമ്പുഴത്തോടും മറ്റു പുഴകളുമൊക്കെ കരകവിഞ്ഞ് ഈ വയലിലേക്ക് ഉൾപ്പെടെ വെള്ളം കുത്തിയൊലിച്ച് വരുന്നൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീണപാടെ ഈ സമയത്ത് സുഹൈൽ ഒഴുകി പോവുകയായിരുന്നു. ഈ ഒഴുകി അപകടമുണ്ടായ സമയത്ത് തന്നെ സുഹൈലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ നാട്ടുകാരെ വിവരം അറിയിക്കുകയും അവരുടെ നേതൃത്വത്തിൽ അവിടെ തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഏറെ നേരത്തിന് ശേഷമാണ് സുഹൈലിനെ കണ്ടെത്താനായത്. സുഹൈൽ വീണ ഭാഗത്തു നിന്ന് തൊട്ടപ്പുറത്തുള്ള വയലിലേക്ക് ഒരു കലുങ്കു വഴി ഒഴുകിപ്പോയി. അവിടെ നിന്നുമാണ് സുഹൈലിനെ പിന്നീട് കണ്ടെത്താനായത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് അതീവ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും സുഹൈൽ ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും വെള്ളക്കെട്ടിൽ വെള്ളം കാണാൻ വേണ്ടി പോയ സമയത്താണ് ഇത്തരത്തിലൊരു ദുഃഖകരമായ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അക്ഷയ.